വിജയുടെ രാഷ്ട്രീയ പ്രവേശനമാണ് സിനിമാ ലോകത്തെയും തമിഴ്നാട്ടിൽ പൊതുവെയുമുള്ള ഇപ്പോഴത്തെ പ്രധാന ചർച്ച. സ്ക്രീനിലെ ദളപതി രാഷ്ട്രീയ പ്രവേശനത്തോടെ തമിഴകത്തിന്റെ തലൈവരാകുമോ എന്നതാണ് അവർ ഉറ്റുനോക്കുന്നത്. ഏറെക്കാലത്തെ അഭ്യൂഹങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് വിജയ് രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയത്. തമിഴ് വെട്രി കഴകം എന്ന പേരിൽ പാർട്ടിയും രജിസ്റ്റർ ചെയ്തു. എഗ്രിമെന്റിലുള്ള 2 സിനിമകൾ കൂടി കഴിഞ്ഞാൽ പിന്നെ സിനിമാ രംഗത്ത് തുടരില്ല എന്ന് വിജയ് പുറത്തുവിട്ട പ്രസ്താവനയിലും പറയുന്നുണ്ട്. തങ്ങളുടെ ദളപതി സിനിമാ രംഗം വിടുന്നത് ആരാധകരെ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിലും പുതിയൊരു മേഖലയിലേക്ക് വിജയ് കടക്കുന്നതിന്റെ ആവേശവും കൗതുകവും എല്ലാം ഇവർക്കുണ്ട്. അതേസമയം രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ പറ്റുമോ എന്ന സംശയവും ചിലർക്കുണ്ട്. വിജയുടെ സ്വഭാവ രീതികളാണ് ഇത്തരം ഒരു സംശയത്തിന് കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പൊതുവെ ഉൾവലിഞ്ഞ സ്വഭാവമാണ് വിജയ്ക്കുള്ളത്. അധികമാരോടും സംസാരിക്കാറോ അല്ലെങ്കിൽ അടുത്തിടപഴകാറോ ഇല്ല. സഹപ്രവർത്തകരിൽ തന്നെയുള്ള മിക്കവരും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കാറുണ്ട്. വിജയുടെ താരമൂല്യവും ആരാധക വൃന്ദവും ബോക്സ് ഓഫീസ് മൂല്യവും ഒക്കെ കാരണം വിജയുടെ സൂപ്പർ താര പദവിയെ ഇത്തരം പെരുമാറ്റ രീതികളൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല. എന്നാൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അങ്ങനെ ഇറങ്ങിച്ചെന്ന് പൊതുജനങ്ങളുമായി സംവദിക്കാനൊക്കെ വിജയെ പോലെ ഒരാൾക്ക് സാധിക്കുമോ എന്നാണ് മിക്കവരുടെയും ചോദ്യം. അതേസമയം ഇത്തരം ചർച്ചകൾക്കിടെ നടൻ കൃഷ്ണ മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുന്നു. 2001 പുറത്തിറങ്ങിയ ഷാജഹാൻ എന്ന ചിത്രത്തിൽ വിജയും കൃഷ്ണയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കൃഷ്ണ ഒരിക്കൽ വിജയെ ബന്ധപ്പെടാൻ ഒരുപാട് ശ്രമിച്ചിരുന്നുവെന്നും അങ്ങനെ വിളിച്ചപ്പോൾ സെക്രട്ടറി ഫോൺ എടുത്ത് സംസാരിച്ചുവെന്നും കൃഷ്ണ പറയുന്നു. വിജയോട് സംസാരിക്കണം, ഷാജഹാനിൽ അദ്ദേഹത്തോടൊപ്പം സെക്കൻഡ് ഹീറോയായി അഭിനയിച്ചിട്ടുണ്ട് എന്ന് കൃഷ്ണ സെക്രട്ടറിയോട് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഷാജഹാൻ വിജയ് അല്ല ഇപ്പോഴെന്നും ബീസ്റ്റ് വിജയാണെന്ന് സെക്രട്ടറി പറഞ്ഞതായും കൃഷ്ണ പറയുന്നു. അതിന്റെ അർത്ഥം വിജയോട് സംസാരിക്കാനും അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കാനും സാധിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു എന്നും അതാണ് ജീവിതമെന്നുമാണ് കൃഷ്ണ പറയുന്നത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ കൃഷ്ണയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇതിന്റെ ചുവട് പിടിച്ചു വരുന്നത്. ഒരു സഹപ്രവർത്തകന് പോലും വിജയെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരാൾക്ക് എങ്ങനെ സാധാരണ ജനങ്ങളുമായി ഇടപഴകാൻ സാധിക്കുമെന്നാണ് പലരുടെയും കമന്റുകൾ. പഴയ കാലത്തെ പോലെ സിനിമാ താരമെന്ന ജനപ്രീതി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നതിന് പരിമിതി ഇന്നത്തെ മാറിയ കാലത്തുണ്ട്. കമൽഹാസനും പ്രകാശ് രാജും വിജയകാന്തും ഒക്കെ പരാജയപ്പെട്ടു പോയത് നമ്മൾ കണ്ടതുമാണ്. വിജയകാന്ത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. എന്തായാലും സ്ക്രീനിൽ കാണുന്ന ദളപതിക്ക് അപ്പുറത്തേക്ക് വിജയെ അടുത്തറിയുമ്പോൾ ജനം തള്ളിക്കളയുമോ എന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. തമിഴ് ജനതയുടെ പ്രീതി ലഭിക്കാൻ വൈകാരികമായി പല വഴികളും താരങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് വിജയെക്കുറിച്ച് വന്ന ഗോസിപ്പുകൾ ഈ ഘടകങ്ങളെയും ബാധിച്ചേക്കാം എന്ന വിലയിരുത്തലുകളും ഉണ്ട്. അച്ഛൻ എസ് എ ചന്ദ്രശേഖറുമായി വിജയ് അല്പം അകൽച്ചയിലാണെന്ന് ഏറെ നാളായി പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ചില സത്യങ്ങളുമുണ്ട്. രാഷ്ട്രീയ പ്രവേശന നീക്കങ്ങളിലൊന്നും ചന്ദ്രശേഖറെ വിജയ് ഉൾപ്പെടുത്തിയിട്ടില്ല. സിനിമകളിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പോലും പിതാവിനെ മാറ്റി നിർത്തിയിട്ട് ഏറെ കാലമായിട്ടുണ്ട്. മാത്രവുമല്ല, അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് വിജയുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ വിജയ് അതിനെതിരെ കേസ് നൽകുക പോലും ചെയ്തിരുന്നു. വിമർശകരുടെ അഭിപ്രായത്തിൽ പല സൂപ്പർ സ്റ്റാറുകളെയും പോലെ തന്നെ അടുപ്പക്കാരായ ചിലരുടെ വലയത്തിനുള്ളിലാണ് വിജയ് എന്നാണ് പറയുന്നത്. ഇക്കാര്യം വിജയുടെ കരിയറിനെ പോലും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് തമിഴകത്ത് പുതിയ കാര്യമല്ല. MGR, ജയലളിത തുടങ്ങിയവരെല്ലാം സിനിമകളിലൂടെ തന്നെ ജനപ്രീതി നേടിയ ശേഷം രാഷ്ട്രീയത്തിൽ വിജയം കൈവരിച്ചവരാണ്. വിജയ്ക്ക് ഇത് സാധിക്കുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും വിജയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന ആകാംക്ഷയിലാണ് തമിഴ് ജനതയും ഒപ്പം തമിഴ്നാടിന് പുറത്തുള്ള വിജയ ആരാധകരും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.